എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ റിവ്യൂ വീഡിയോ ആണ്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ജൈബലിന്റെ മാർബിൾ കട്ടന്റെ റിവ്യൂ ആണ്. ഇത് മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. മാർബിളിൽ മെറ്റൽ കട്ട് ചെയ്യാൻ ബ്ലേഡ്, തടി കട്ട് ചെയ്യാൻ ബ്ലേഡ് ഉപയോഗിച്ച് മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. മാർബിൾ കട്ടർ എന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നോക്കിയിട്ട് റിവ്യൂ ഇടാമെന്ന് പറഞ്ഞിങ്ങനെ പെൻഡി വെച്ചിരുന്നതായിരുന്നു. എന്തായാലും നല്ല സാധനമാണ്, ഇപ്പോഴും കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുമ്പോൾ ഒരു മാർബിൾ കട്ടർ ആയതുകൊണ്ട് മാർബിൾ കട്ടിയുള്ള ഇതും അതിൻ്റെ ടൂൾസും കിട്ടും, സ്പാനറും. അതിൻ്റെ മാർബിൾ കട്ടർ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കണമല്ലോ, അതിൻ്റെ ഓസം സെറ്റും കിട്ടും. ഇങ്ങനെ ഒരു ടീ സ്പാൻ പോലത്തെ ഇത് വെച്ച് നമുക്ക് വോൾട്ട് ലൂസും ടൈറ്റും ചെയ്യാൻ വേണ്ടി അതിൻ്റെ ടൂൾസും കാര്യങ്ങളും ഉണ്ടാകും. ഇത് നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ബാക്കി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നില്ല. ഇതിൻ്റെ ബ്ലൈഡ് ഇടുമ്പോൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലൈഡിൻ്റെ അതും ആ രീതിക്ക് മാത്രം നമ്മൾ ഇടുക, അത് മാത്രമാണ് ഇതിനെ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ ബ്ലൈഡ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഹോള് നമുക്ക് ചിലതിനകത്ത് നമ്മൾ അറിയായിരിക്കും, ഇതിൽ വലിയ ഹോളും ചിലതിൽ ചെറിയ ഹോളും ഉണ്ടാവും. അതനുസരിച്ച് അതിനെ മാറ്റി തിരിച്ചിടണം. അല്ലെങ്കിൽ ഇതിനകത്തൊരു ചെറിയൊരു മെറ്റലിലോ റിങ്ങും കൂടെ ഇട്ടിട്ട് മാത്രം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും പ്ലേ ഉള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കരുത്, വലിയ അപകടങ്ങളും ഉണ്ടാകും. അതാണ് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ബാക്കി ഇതിനകത്ത് വലിയ ശ്രദ്ധിക്കാനില്ല. ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മുട്ടം പണി കിട്ടുന്ന സാധനമാണ്. നമ്മൾ പിന്നെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമല്ല, കൈയെല്ലാം പറഞ്ഞ് വലിയൊരു പണി കിട്ടാൻ സാധ്യതയുള്ള സാധനമാണ്. നമുക്ക് ഈ ബ്ലൈഡ് ഇപ്പം നമ്മൾ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിന് മാർബിൾ കട്ടറിൻ്റെ ബ്ലൈഡ് ഇടുമ്പോൾ ഡയറക്ഷൻ റൊട്ടേഷൻ നമ്മൾ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. മാർബിൾ കട്ടറിൻ്റെതും മെറ്റലിൻ്റെതും തടി ഇടുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ അവിടെ കിട്ടിയ ഹോസ്. ഇത് മാത്രമാണ് ഇവിടെ കിട്ടിയതെന്ന് എനിക്ക് വലിയ പിടിയില്ലാതെ സാധനം. കാരണം ഞാൻ മാർബിൾ കട്ട് ചെയ്യാനല്ല കൂടുതൽ ഇത് ഉപയോഗിച്ചതും, കമ്പി കട്ട് ചെയ്യാനും തടി കട്ട് ചെയ്യാനൊക്കെയാണ് ഇത് ഉപയോഗിച്ചത്. ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് ഇപ്പം വെള്ളം എന്തായാലും മാർബിൾ കട്ടറിലും ഡയറക്റ്റ് വെള്ളം ഒഴിക്കണമല്ലോ, അല്ലെങ്കിൽ ചൂടാവും. അത് ഫീൽഡിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയായിരിക്കും. ഇതിന് പുറമെ തടി കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബ്ലേഡ് ഞാൻ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ഓൺലൈനായിട്ട് വാങ്ങിച്ച ഈ ഒരു ബ്ലേഡാണ്. ഇതിട്ട് തടിയും കട്ട് ചെയ്യാം, സൂക്ഷിക്കുക. ഇതിടുമ്പോഴാണ് കറക്റ്റ് ഡയറക്ഷൻ റൊട്ടേഷൻ നോക്കി ഇടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഈ സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.